തൃശ്ശൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലാണ്. അപ്പോൾ തൃശ്ശൂർ പാറമേക്കാവ് വേല ഈ ഡിസംബർ 3-ാം തീയതിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഡിസംബർ 29 മുതൽ 2-ാം തീയതി വരെ വിവിധ ദേശങ്ങളുടെ ദേശപ്പാട്ട് എന്നൊരു ആചാരം നടന്നു വരുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ. അപ്പോൾ ഇത് അറിയാത്ത കുറേ ഭക്തജനങ്ങളും നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൊണ്ടിട്ടാണ്. അപ്പോൾ 29-ാം തീയതി നമ്മുടെ വെളിയന്നൂർ ദേശത്തിൻ്റെ ദേശപ്പാട്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ 30-ാം തീയതി ചെമ്മുക്കാവ് ദേശത്തിൻ്റെ ദേശപ്പാട്ടായിരുന്നു. 31-ാം തീയതി കുറുക്കഞ്ചേരി ദേശത്തിൻ്റെ ദേശപ്പാട്ടായിരുന്നു. അതുപോലെ തന്നെ 1-ാം തീയതി ജനുവരി 1-ാം തീയതി കിഴക്കുംപാട്ടുകര ദേശത്തിൻ്റെ ദേശപ്പാട്ടായിരുന്നു. അപ്പോൾ ഇന്ന് 2-ാം തീയതി ഇന്ന് നമ്മുടെ പാറമേക്കാവ് ദേശത്തിൻ്റെ ദേശപ്പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ഷേത്രത്തിന് നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടിയിട്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ നല്ല മേളം നല്ല രീതിയിലുള്ള പ്രകമ്പനം കൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു ഞങ്ങൾ നേരത്തെ. അപ്പോൾ ഉള്ളിൽ നല്ല രീതിയിൽ പൂക്കളും അതുപോലെ തന്നെ വിളക്കുകളും നല്ല ഭംഗിയാർന്നൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. മേളത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ളൊരു എന്താ പറയുക ദീപാരാധനയും. അപ്പോൾ നല്ല ഭക്തജനങ്ങളുടെ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ ദേശവിളക്കിൻ്റെ സമയത്ത് ദേശപ്പാടിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൽ വരുന്നത്. അന്ന് എൻ്റെ ജോലി നേരത്തെ കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ തുള്ളിച്ചാടിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് താഴെ ഞങ്ങളവിടെ സമയം സ്പെൻഡ് ചെയ്തു. നല്ല മേളമായിരുന്ന അത്യാവശ്യം എല്ലാ കലാകാരന്മാരും ഓപ്പോസിറ്റ് നല്ല രീതിയിൽ വിഗ്രഹം വെച്ചിട്ട് ആസ്വദിച്ചിട്ടാണ് എല്ലാവരും പിന്നെ ഫ്രണ്ടിന് ദീപമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് കാണാനില്ല. അപ്പോൾ അതിന് ചുറ്റും ആൾക്കാർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് പിന്നെ മേളം നിന്ന് പൊരിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ മക്കൾ മേളത്തിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ 100 പേര് കൂടിയിട്ട് അവിടെ മേളത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം നിന്നു. അപ്പോൾ കുറച്ച് നേരം നിൽക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ 8 മണിയോട് കൂടി നമ്മുടെ വൈഫിൻ്റെ ജോലി കഴിയും. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പോരാമെന്ന് ധാരണയിലാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുള്ളത്. കുറച്ച് നേരം അമ്പലത്തിലുള്ള അങ്ങനെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല രീതിയിലുള്ള മേളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തിരക്കും കാര്യം തന്നെയായിരുന്നു. അപ്പോൾ പിള്ളേരുകൾ ആയ കാരണം അവരെ കൈ പിടിച്ച് നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതിന് നടയിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിക്കുന്നേരക്കും കൂടി അങ്ങനെ പോകണ്ട എന്നുള്ള രീതിയിൽ ഒതുങ്ങി അങ്ങനെ പതുക്കെ തിരക്കൊന്ന് ഇതാവണവരൊന്നും നിന്നു. നേരം വൈകി അങ്ങനെ പതുക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് ശേഷം കുറച്ചവിടെ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് കാണാനും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് ശിവൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിഗ്രഹങ്ങൾ അതൊക്കെ കണ്ടു. അയ്യപ്പസ്വാമിയിലുണ്ടായിരുന്നു, അത് കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.